അസ്സലാമലൈക്കും. ഇനി നമുക്ക് പഴം വെച്ചിട്ടൊരു കേക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 കറാമ്പൂ ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് മൈദ തരിച്ചെടുക്കാം കേട്ടോ. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം തരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. നേരത്തെ നമ്മൾ തരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോഴത്തെ 2 പഴം എടുത്തിട്ടുണ്ട്, റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടുണ്ട് ഒന്ന് അടിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, ബനാന കേക്ക് റെഡി.